പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഇറാനെ കുടുക്കാൻ വ്യാജ ആക്രമണ പദ്ധതി ഒരുങ്ങുന്നുവെന്ന് ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനി കുറ്റപ്പെടുത്തി. 9/11 മാതൃകയിൽ ഭീകരവാദ ആക്രമണ പദ്ധതിയാണ് ഒരുങ്ങുന്നതെന്നും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതുപോലെ ആക്രമണ പദ്ധതിക്ക് പിന്നിൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ട അതേ ആളുകളാണെന്നും അമേരിക്കൻ ജനതയോടല്ല തങ്ങളുടെ യുദ്ധമെന്നും ഇറാൻ വ്യക്തമാക്കി. എന്നാൽ ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ കഴിഞ്ഞ രാത്രിയും അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയിരുന്നു. ഇസ്ഫഹാൻ പ്രവിശ്യയിൽ വിവിധയിടങ്ങളിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. ഇസ്രയേൽ സൈനിക നടപടിയിൽ ലെബനനിൽ മരണം 826 അതിനിടെ അയൽ രാജ്യങ്ങളോട് അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടാൻ ഇറാൻ വീണ്ടും ആവശ്യപ്പെട്ടു. മേഖലയിൽ അമേരിക്കൻ സാന്നിധ്യം ഉണ്ടാകരുതെന്നും സമാധാനം ഉറപ്പാക്കാൻ അതാണ് ഏക മാർഗമെന്നും ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ വിദേശകാര്യ മന്ത്രിയും ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണവും ഉണ്ടായി. റഡാർ സംവിധാനം ആക്രമിക്കപ്പെടുകയായിരുന്നു. ഡ്രോണുകൾ അയച്ചാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം. സൗദി അൽ ഖർജിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. മുന്നറിയിപ്പ് ലഭിച്ചാൽ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. UAE ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ജോർദാൻ സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഇവിടെയുണ്ടായ ഡ്രോൺ ആക്രമണം തടഞ്ഞു. അതേസമയം ഇറാഖിൽ നിന്ന് ഉടൻ പുറത്തു കടക്കാൻ അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ഹോർമസ് കടലിടുക്ക് തുറക്കാൻ മറ്റു രാജ്യങ്ങൾ കൂടി ഇടപെടണമെന്നാണ് ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇറാനുമേലുള്ള യുദ്ധം നീളുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സേന. ഏപ്രിൽ വരെ ആക്രമണ പദ്ധതി ഉണ്ടെന്നാണ് സൈനിക മേധാവി പ്രതികരിച്ചത്. യുദ്ധത്തിന് പൂർണ്ണ വിരാമം ഉണ്ടാക്കുന്ന എന്ത് ഉദ്യമത്തെയും ഇറാൻ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷം 3ാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടയിലായിരുന്നു അരാഗ്ചിയുടെ ഈ പ്രസ്താവനയും പുറത്തു വന്നത്. ഇസ്രയേലുമായുള്ള ഇപ്പോഴത്തെ യുദ്ധത്തിൽ തങ്ങൾ അയൽരാജ്യങ്ങളിലെ യാതൊരു സാധാരണക്കാരെയും താമസ സ്ഥലങ്ങളെയും ലക്ഷ്യമിട്ടിട്ടില്ല എന്നും ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ ആയിരിക്കാമെന്നുമാണ് അരാഗ്ചി കൂട്ടിച്ചേർക്കുന്നത്. അതിനിടെ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ട് എന്നും എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഫെബ്രുവരി 28 നടന്ന US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം. മുജ്തബയുടെ ശാരീരികാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇറാന്റെ വാർത്താവിനിമയ സംവിധാനങ്ങളും ഔദ്യോഗിക സന്ദേശങ്ങളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. പുറം ലോകത്തേക്ക് എത്തുന്ന മുജ്തബയുടെ സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും IRGC കർശനമായി പരിശോധിച്ചാണ് പുറത്തേക്ക് വിടുന്നതും. തന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും മുജ്തബ നേരിട്ടായിരുന്നില്ല പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം മാത്രമാണ് ചടങ്ങിൽ പ്രദർശിപ്പിച്ചത്. ഇത് ഇറാന്റെ ഭരണാധികാരിയായി തുടരാനുള്ള അദ്ദേഹത്തിന്റെ ശാരീരിക ശേഷിയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്ത് ഭരണപരമായ അസ്ഥിരതയും പരിഭ്രാന്തിയും ഒഴിവാക്കാനാണ് IRGC വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരിക്കേറ്റതിനു ശേഷം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ മാത്രമാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളതെന്നും വാർത്തകൾ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ഭരണം സൈനിക നേതൃത്വത്തിന്റെ പരോക്ഷ നിയന്ത്രണത്തിലാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നതും. അതേസമയം രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പദവി ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ സന്ദേശത്തിൽ പറഞ്ഞത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും പൂട്ടണമെന്നും അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിലാണ് ഇറാൻ വിശ്വസിക്കുന്നതെങ്കിലും US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലെന്ന് മുജ്തബ ഖമേനി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.